എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മാത്രം ഇങ്ങനെ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദുബായിൽ ഏതൊരു കാർ എടുത്തോളൂ, പെട്രോൾ ആയിക്കോട്ടെ, EVs ആയിക്കോട്ടെ, ഏതെടുത്താലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലായിരിക്കും നമ്പർ പ്ലേറ്റ് വരുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മാത്രം ഇങ്ങനെ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലെ EVകളിലെല്ലാം ഗ്രീൻ നമ്പർ പ്ലേറ്റ് ആണ് വരുന്നത്. ഇതിന്റെ ആവശ്യമുണ്ടോ? ഒരുപാട് നല്ല നല്ല EVs നല്ല കളേഴ്സിലും ഡിസൈൻസിലും ഒക്കെ ഇന്ത്യയിലുണ്ട്. പക്ഷെ ഇതൊക്കെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് നമ്പർ പ്ലേറ്റ് ഗ്രീൻ വെച്ച് കഴിയുമ്പോൾ വൃത്തികേട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ എല്ലാത്തിൻ്റെ അവിടെ കോമൺ ആയിട്ട് പൊക്കോളും. പക്ഷെ ഗ്രീൻ കളർ എന്ന് പറഞ്ഞാൽ എല്ലാ കളറിനും ഇവിടെ മാച്ചിങ് ആയിട്ട് പോത്തില്ല. അതുകൊണ്ട് തന്നെ അത് ചില EVs നല്ല ബോറായിട്ട് തോന്നാറുണ്ട്. ഞാൻ പലരോട് സംസാരിച്ചപ്പോൾ പലരും പറഞ്ഞ ഇതേ കാര്യം തന്നെയാണ്. ആ ഒരു ഗ്രീൻ കളർ എല്ലാ വണ്ടിക്കും മാച്ചിങ് ആയിട്ട് പോത്തില്ല. ഇതെനിക്ക് മാത്രം തോന്നിയാണോ? നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? കമന്റ് ചെയ്യുക. താങ്ക് യു. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മാത്രം ഇങ്ങനെ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദുബായിൽ ഏതൊരു കാർ എടുത്തോളൂ, പെട്രോൾ ആയിക്കോട്ടെ, EVs ആയിക്കോട്ടെ, ഏതെടുത്താലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലായിരിക്കും നമ്പർ പ്ലേറ്റ് വരുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മാത്രം ഇങ്ങനെ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലെ EVകളിലെല്ലാം ഗ്രീൻ നമ്പർ പ്ലേറ്റ് ആണ് വരുന്നത്. ഇതിന്റെ ആവശ്യമുണ്ടോ? ഒരുപാട് നല്ല നല്ല EVs നല്ല കളേഴ്സിലും ഡിസൈൻസിലും ഒക്കെ ഇന്ത്യയിലുണ്ട്. പക്ഷെ ഇതൊക്കെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് നമ്പർ പ്ലേറ്റ് ഗ്രീൻ വെച്ച് കഴിയുമ്പോൾ വൃത്തികേട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ എല്ലാത്തിൻ്റെ അവിടെ കോമൺ ആയിട്ട് പൊക്കോളും. പക്ഷെ ഗ്രീൻ കളർ എന്ന് പറഞ്ഞാൽ എല്ലാ കളറിനും ഇവിടെ മാച്ചിങ് ആയിട്ട് പോത്തില്ല. അതുകൊണ്ട് തന്നെ അത് ചില EVs നല്ല ബോറായിട്ട് തോന്നാറുണ്ട്. ഞാൻ പലരോട് സംസാരിച്ചപ്പോൾ പലരും പറഞ്ഞ ഇതേ കാര്യം തന്നെയാണ്. ആ ഒരു ഗ്രീൻ കളർ എല്ലാ വണ്ടിക്കും മാച്ചിങ് ആയിട്ട് പോത്തില്ല. ഇതെനിക്ക് മാത്രം തോന്നിയാണോ? നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? കമന്റ് ചെയ്യുക. താങ്ക് യു. ഫോളോ ഫോർ മോർ.